നന്ദു ആണെങ്കിൽ നല്ല സങ്കടത്തിലായിരിക്കും. നന്ദുവിൻ്റെ അടുത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ കാണിച്ചത്, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്നത്? അത് പിന്നെ അച്ഛാ, ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തത്. അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമാവരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഈ ലോകം വിട്ട് പോവാമെന്ന് കരുതിയത്. കുടുംബക്ഷേത്രത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പാലത്തിലോട്ട് പോയത്. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. അച്ഛനമ്മയും ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരച്ഛനമ്മമാർക്കും സഹിക്കാൻ സാധിക്കില്ല. മോളിനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഏട്ടാ, നിങ്ങൾ ഇനി അവളെ ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കില്ലേ? അതിന് ഞാൻ അവളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അല്ല അച്ഛാ, അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? അതെ. അനി ഹാപ്പി അല്ലേ അച്ഛാ? അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടും നല്ല രീതിക്ക് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു മോനാ. നിനക്കിങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞിട്ട് നയനയോ ആദർശയോ ആദ്യം ഇങ്ങോട്ട് വന്നത്. നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് വന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങ് പോകുന്നത്. നന്ദു ആണെങ്കിൽ സങ്കടത്തോടെ കിടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനിയും അനാമികയും ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ജലജ പറയുന്നുണ്ട്, നമുക്കെന്തായാലും ഇറങ്ങിയാലോ ജാനകി? ഇവരവിടെ എത്തുന്ന സമയത്ത് നമ്മളല്ലേ അവിടെ വേണ്ടത്? നിങ്ങൾ പോവാണെങ്കിൽ നയനയെയും കൊണ്ടുപോകാൻ വേണ്ടി അച്ഛമ്മ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. മോളെ വിഷമിക്കണ്ട, മോളെ വിട്ടുപിരിയുന്നതിൽ സങ്കടം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെന്തായാലും നാളെ അങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ പിന്നെ മോളെ കാണാലോ. അങ്ങനെ അച്ഛനും അമ്മയും കൂടെ മകളെ വണ്ടി കയറ്റി വിടുവാണ്. പിന്നീട് നമ്മുടെ നയനയായിരിക്കും ഇവരെ സ്വീകരിക്കാനുള്ള വിളക്ക് കത്തിക്കുന്നുണ്ടായിരിക്കുക. ഈ സമയത്ത് നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്തിനാ വിളക്ക് കത്തിക്കുന്നേ? എൻ്റെ മരുമകളെ സ്വീകരിക്കാൻ എനിക്കറിയാം. നീ വിളക്കൊന്നും കത്തിക്കണ്ട, അങ്ങ് മാറി നിന്നേ. അങ്ങനെ വിളക്ക് ജാനകി മേടിക്കുന്നുണ്ട്. അങ്ങനെ ജാനകി നമ്മുടെ അനാമികയെ സ്വീകരിക്കാനായിട്ട് പുറത്തോട്ട് പോവാണ്. അമ്മായിമ്മമാരൊക്കെ പറയുന്നുണ്ട്, സന്തോഷത്തോടു കൂടിയാ ഞാൻ എൻ്റെ അനാമിക മോളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. മറ്റു ചിലരെ പോലെ ആരെയും പറ്റിച്ചിട്ടൊന്നുമല്ല അനാമിക മോള് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ നയനയ്ക്കാകെ സങ്കടാവുന്നുണ്ട്. ഈ കല്യാണം മുടക്കാനായിട്ട് എന്തൊക്കെയാ ഇവള് കാണിച്ചത്? ഇന്നലെ കൂടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി. അല്ല, നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ കല്യാണം മുടക്കാൻ ഇവളെന്തോ ചെയ്തു എന്ന്. എന്താ കാര്യം ജാനകി? അതൊന്നുമല്ല, അതൊന്നും ഇപ്പൊ പറയണ്ട. അതാ മോള് വരുന്നുണ്ട്, അവരെ ആദ്യം സ്വീകരിക്കട്ടെ. അനിയാണെങ്കിൽ വിഷമത്തോടെയാണ് കയറി വരുന്നത്. അങ്ങനെ അനാമികയ്ക്ക് ജാനകി വിളക്ക് കൊടുക്കുന്നുണ്ട്. വിളക്ക് കൊടുത്ത് വലതുകാല് വെച്ച് അനാമിക ഉള്ളിലോട്ട് കയറുകയാണ്. മോളെ വിളക്ക് കെടാതെ നോക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ഉള്ളിലോട്ട് കയറുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴാ ഈ വീടിനൊരു തെളിച്ചം വന്നത്. മോളിവിടെ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എന്താ ഒരു ഐശ്വര്യം എന്നൊക്കെ പറയുന്നു. മറ്റു ചിലര് ഇവിടെ വന്നു കയറിയപ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു. പകല് പോലും ഇരുട്ടായി അവിടെ തോന്നിയിരുന്നത്. നിങ്ങൾ വെറുതെ നയനയെ കുറ്റപ്പെടുത്തണ്ട. നയന തന്നെയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് അച്ചമ്മ പറയുന്നു. ഇവിടെ വേറൊരുത്തി കൂടെ ഉണ്ടായിരുന്നല്ലോ, അവളെവിടെ? അവൾക്ക് രാവിലെ തന്നെ വയറുവേദന. അങ്ങനെ അവളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുക. ഇപ്പോൾ വരുമായിരിക്കും. അങ്ങനെ അനാമിക പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ ഈ വീട്ടിലോട്ട് വന്നു കയറി, ഇനി എൻ്റെ അച്ഛൻ്റെ കടങ്ങളെല്ലാം വീട്ടാൻ എന്നെ കൊണ്ട് സാധിക്കണേ എന്നൊക്കെ അനാമിക പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അനിയാണെങ്കിൽ ഒന്ന് തൊഴുത് വേഗം അവിടെ നിന്ന് പോവാണ്. പക്ഷെ അനാമികയ്ക്ക് അത് വല്ലാത്ത സങ്കടാവുന്നുണ്ട്. കൂടെ നിൽക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്നോർത്താണ് അനാമികയ്ക്ക് സങ്കടാവുന്നത്. നയനയാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ജോലി കറക്റ്റായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറിയിട്ട് പാല് തിളപ്പിക്കുകയാണ്. സന്തോഷത്തോടു കൂടി പാല് തിളപ്പിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. നീ എന്താടി കാണിക്കുന്നേ? നീ എന്തിനാ പാല് തിളപ്പിക്കുന്നേ? എൻ്റെ മകനും മകൾക്കും പാല് കൊടുക്കാനും പഴം കൊടുക്കാനും എനിക്കറിയാം, അത് നീ ചെയ്യണ്ട. ഇളയമ ഇത് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ. നിന്റെ എല്ലാ സ്വഭാവവും എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട. ഇളയമയ്ക്ക് എന്തറിയാന്നാ പറയുന്നേ? ഇളയമ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കായിരുന്നു. ഇനിയെങ്കിലും ഇളയമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എന്നെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ഓരോരുത്തരെയും ഇളയമ്മ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നയനെ അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്ത് ജാനകി ഒന്ന് ആലോചിക്കുന്നുണ്ട് കുറച്ചു നേരം നിന്നിട്ട്. മോളെ അനാമികയെ, മോളെ ഒറ്റ മോളായ കാരണം വീട്ടിലെല്ലാവർക്കും നീ ഇങ്ങ് പോന്നപ്പോൾ സങ്കടമായി കാണുമല്ലേ? മോൾക്കും സങ്കടമുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിഷമിക്കണ്ട കേട്ടോ, നാളെ അച്ഛനമ്മ ഇങ്ങോട്ട് വരുമല്ലോ. ഇവിടെയും മറ്റുള്ളവർ കയറി വന്നിരുന്നു. എല്ലാവരുടെയും മുഖത്ത് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരെ മനസ്സിൽ സന്തോഷമായിരുന്നു. എന്നാ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്താ പറയുന്നേ? നയനയ്ക്ക് ഒട്ടും ഈ കല്യാണത്തിനോട് താല്പര്യമില്ലായിരുന്നു. അമ്മ പറയുന്ന പോലെ ഒരു പ്ലാനും അവള് ചെയ്തിട്ടില്ല. നവ്യയുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഭാര്യയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിലും എൻ്റെ മകനിപ്പോൾ ഭാര്യ പറഞ്ഞതേ കേൾക്കൂ, അതെനിക്കറിയാം. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട അമ്മേ. അമ്മയ്ക്കും ഭാര്യയ്ക്കും വേറെ വേറെ സ്ഥാനമുണ്ട്, അതാദ്യം അമ്മ മനസ്സിലാക്ക്. ജാനകിയാണെങ്കിൽ പാലും പഴവും കൊണ്ടുവരുന്നുണ്ട്. അനി ആദ്യം പാല് കുടിച്ച് ബാക്കി അനാമികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഴവും കഴിക്കുന്നുണ്ട്.
അങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്, ഇവരൊന്നും പറയുന്നത് മോളെ നീ കേൾക്കണ്ട. മോൾ എന്തായാലും നയനമോളെ കണ്ട് പഠിക്കണം. നയനമോളാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ അതൊന്നും അമ്മായിമ്മമാർക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം പിന്നീട് എനിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ആ എന്നാ ശരി, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. ഇപ്പോഴോ? നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ, ഇപ്പൊ തന്നെ പുറത്തു പോകാനോ? അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഹോട്ടലിലുണ്ട്, അവർക്ക് ചെറുതായൊരു പാർട്ടി കൊടുക്കണം. ഞാനൊന്നങ്ങ് പോയി വരാം. എന്നാ നീ തനിയെ പോണ്ട, ആദർശിനെ കൂട്ടിക്കോ. ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ പോയിട്ട് വേഗം വരാം. അവനിപ്പോൾ കൊച്ചുകുട്ടിയൊന്നും അല്ല, നിങ്ങൾക്കറിയാലോ, അവൻ്റെ കല്യാണം കഴിഞ്ഞു. അവനിനി തനിയെ വിടണം എന്ന് അച്ഛമ്മയും പറയുന്നുണ്ട്. അങ്ങനെ അനി അങ്ങ് പോകുന്നു. ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതുമാത്രമല്ല, കവളത്ത് നല്ല പാടുണ്ട്. അനി ഒരു കൊച്ചുകുട്ടിയല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്നലെ നടന്ന സംഭവത്തിൽ ആദർശേട്ടൻ അനിയെ തല്ലരുതായിരുന്നു. കാരണം അവനൊരു പാർട്ടി കൊടുത്തപ്പോൾ ചെറുതായി ഒന്ന് കുടിച്ചു. അതിനിപ്പോൾ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കും കള്ളു കുടിക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഇന്നലത്തെ സാഹചര്യത്തിൽ അനി കുറച്ച് കുടിച്ചെന്ന് കരുതിയിട്ട് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആദർശേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. അത് പിന്നെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ആദർശ് പറയുന്നുണ്ട്. ആദർശും നയനയും മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. വന്നു കയറിയ ഉടനെ തന്നെ അനാമിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ കൂടെ ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.